ശ്രീ ശ്രീപത്മനാഭനിലേക്ക്. നമസ്തേ. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇതാരുടെ തിരക്കഥ? വെറും ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് ഇത് ഒതുങ്ങുമോ ശ്രീ ശ്രീപത്മനാഭൻ? ഇല്ല എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിലെ സ്വർണം കാണാതായി എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ഇത് കാണാതായിട്ട് ഹൈക്കോടതി ഇത് ഗുരുതരമായ വീഴ്ചയാണ് എന്ന് പറഞ്ഞതിനും തർക്കമില്ലല്ലോ. ഹൈക്കോടതിയുടെ 17-ാം തീയതിത്തെ വിധിയിൽ മഹസറിൽ സ്വർണ്ണ പാളികൾ എന്നുള്ളതിന് പകരം ചെമ്പ് പാളികൾ എന്ന് മാറ്റി എഴുതിയതും ഹൈക്കോടതി ഇത് വളരെ ഗുരുതരമാണ് എന്ന് സൂചിപ്പിച്ചതിലും തർക്കമില്ലല്ലോ. ആ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന സ്വർണത്തെ സംബന്ധിച്ച് അത് നന്നാക്കാൻ എടുത്തു കൊടുത്ത് അത് വാങ്ങിച്ചുകൊണ്ട് പോയ ആൾ ഇന്ന് വരെ കൃത്യമായൊരു വിശദീകരണം കൊടുത്തിട്ടില്ല. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഇത് ചെമ്പാണെന്ന് പറയും, ഒരു ദിവസം ഇത് സ്വർണ്ണമാണെന്ന് പറയും, പിറ്റേന്നത് പൂശിയതാന്ന് പറയും. അങ്ങോർക്ക് ഇന്ന് വരെ കൃത്യമായൊരു അഭിപ്രായം പറയാൻ സാധിച്ചിട്ടില്ല. ഇത് കളവാണ്, മോഷണമാണ്. ഞാൻ സംശയിക്കുന്നത് ഈ വ്യക്തിയുടെ കയ്യിൽ കിട്ടിയ സ്വർണം ഇദ്ദേഹം ആർക്കൊക്കെയോ മറച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ശബരിമല ശാസ്താവിൻ്റെ വാതിൽപ്പടിയിൽ വയ്ക്കുന്ന ദ്വാരപാലകരാണ്. അപ്പം അവിടെ വർഷങ്ങളോളം കിടന്ന ഒരു സ്വർണത്തിൻ്റെ അംശം വില കൊടുത്ത് വാങ്ങാൻ ഈ നാട്ടിലെ ആളുകളെ കിട്ടും. അപ്പോൾ ഇത് കൊണ്ടുപോയി കുറച്ച് ഇതിൽ നിന്നെടുത്ത് മറച്ച് വിൽക്കുകയോ കൈമാറുകയോ ചെയ്തിട്ടുണ്ട്. വലിയ പണം സമ്പാദിച്ചിട്ടുണ്ട്. നല്ല ഒന്നാം തരം തീവട്ടിക്കൊള്ളയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. അത് ഒരാൾ മാത്രം ചെയ്തതല്ല. ഞാൻ ചോദിക്കട്ടെ, ശബരിമല പോലത്തൊരു അമ്പലത്തിലെ അവിടെ വെച്ചുണ്ടാക്കി അവിടെ വെച്ച് പ്രതിഷ്ഠിച്ച ഒരു സംവിധാനം, അല്ലെങ്കിൽ അവിടെ ഫിക്സ് ചെയ്ത ഒരു സംവിധാനം, അത് എന്തിനാ പുറത്തു കൊണ്ടുകൊണ്ട് നന്നാക്കാൻ? ഇത് അവിടുന്നാണ്ട് നിർമ്മിച്ച് വെച്ചത്, പിന്നെ ഇത് നന്നാക്കാൻ പുറത്തു കൊണ്ടുപോകണോ? ഇനി പുറത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ട്, പത്തനംതിട്ട ജില്ലാ ജഡ്ജ്, അങ്ങോട്ട് അറിയണ്ടേ? അങ്ങനെ അറിയാതെ ഇത് കൊണ്ടുപോയി ഇതാരും അറിയാതെ തിരിച്ചു കൊണ്ടുവന്ന് ഇതിലെ അളവിലെ തൂക്കത്തിലെ മാറ്റങ്ങൾ മൂടി വെച്ച് എല്ലാം ഗോപ്യമായി ചെയ്ത് 5-6 കൊല്ലം കഴിഞ്ഞ് ഇതേപോലെ വീണ്ടും കൊടുക്കാനുള്ള ഒരു അവസരം വന്നപ്പോഴാണ് ഇത് പുറത്തു വരുന്നത്. അപ്പം ഇത് വളരെ രഹസ്യമായി ഗോപ്യമായി നടത്തിയ ഒരു മോഷണമാണ്. ഇതിൽ ഇന്ന് വരെ അറസ്റ്റ് നടക്കാത്തത്. സുബ്രഹ്മണ്യ പോറ്റിയെ അറസ്റ്റ് ചെയ്താൽ അങ്ങോർക്ക് പറയാനുള്ളത് അങ്ങോട്ട് പറഞ്ഞാൽ പലരും കുടുങ്ങും, വലിയ വലിയ ആളുകൾ കുടുങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കുറച്ചു കാലം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോയാൽ ഇതിൻ്റെ ബഹളമൊക്കെ തീരുമല്ലോ എന്നൊരു ആശ്വാസത്തിൽ നിൽക്കുകയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ട് ഇതിൽ ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ് KT ശങ്കരൻ, ജസ്റ്റിസ് KT ശങ്കരനെ ഇതിൽ നിയമിച്ചിട്ടുണ്ട്. അവിടെ പോയി കണക്കെടുക്കാൻ നിയമിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ നടക്കുകയാണെങ്കിൽ ഇത് വലിയ ഒരു വിഷയമാവും. ഇതിൽ അറസ്റ്റ് ഉടനടി വേണം. കാരണം ഇത് മോഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് സ്വർണം, അല്ലെങ്കിൽ ഗുരുതരമായ നെഗ്ലിജൻസ്, അതായത് ശ്രദ്ധക്കുറവ് കാരണം സ്വർണം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതിലേതെങ്കിലും ഒന്നാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതിന് ഉത്തരവാദികളായ ആളുകൾ ആരാണെങ്കിലും അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. അത് നിയമപരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. എത്രയും പെട്ടെന്ന് അത് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ജി ബൈജു ഉണ്ട് നമുക്കിപ്പം. ബൈജു, ഞാൻ അറിയുന്നിടത്തോളം 3 പതിറ്റാണ്ടോളം ദേവസ്വം ബോർഡിൻ്റെ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്ത് അവസാനം തലപ്പത്ത് നിന്ന് വിരമിച്ചയാളാണ്. ശ്രീ ജി ബൈജു, ഇത് സാധാരണക്കാരൻ്റെ ഭക്തൻ്റെ ഒരു ചോദ്യമാണ്. ഭഗവാന് സമർപ്പിക്കുന്ന സ്വത്തുക്കൾ, ഭഗവാന് സമർപ്പിക്കുന്ന സ്വർണം, ഭഗവാന് സമർപ്പിക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ, ഇതൊക്കെ സൂക്ഷിക്കാൻ സംവിധാനം, ഇതൊക്കെ രേഖപ്പെടുത്താൻ റെക്കോർഡുകൾ, ഇതൊക്കെ നോക്കി നടത്താൻ കീഴ്വഴക്കങ്ങൾ, ചട്ടങ്ങൾ ഇല്ലേ ശ്രീ ബൈജു? പ്രതിഭെ, വളരെ കൃത്യമായ ചട്ടങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ദൈനംദിന ഭരണകാര്യങ്ങൾ ചെയ്യുവാനുള്ള ദേവസ്വം മാനുവലിൽ വളരെ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. ഇതര സ്ഥാപനങ്ങളുടെ വ്യത്യസ്തമായി ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ കൈകാര്യം ചെയ്യുവാനും ഇത്തരം കാര്യങ്ങൾ നോക്കാനും ഒക്കെ ആയിട്ട് ദേവസ്വം കമ്മീഷൻ കേരളമുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ഞാൻ ആ പദവി വഹിച്ചിട്ടുള്ളതാണ്. തിരുവാഭരണം കമ്മീഷൻ എന്ന് പറയുന്ന ഒരു തസ്തിക തന്നെ അവിടെയുണ്ട്. തിരുവാഭരണ കമ്മീഷൻ എന്ന് പറയുന്ന തസ്തിക തന്നെ അവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരു സ്മിത്ത് ഉണ്ട്. ഒരു ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ
ഒരു ചെറിയ സ്വർണമായാലും വെള്ളിയായാലും ഓട്ടുവിളക്കായാലും ഒക്കെ സമർപ്പിച്ചാൽ അത് കൃത്യമായി രസീത് എഴുതി അത് തിരുവാഭരണം രജിസ്റ്ററിൽ ചേർക്കണം. അതിൻ്റെ തൂക്കവും മാറ്റും വരെ സ്വർണത്തിൻ്റെയും കൃത്യമായി രേഖപ്പെടുത്തണം. അത് രേഖപ്പെടുത്തി കഴിയുമ്പോൾ അത് നിശ്ചിത ദിവസത്തിൽ കഴിയുന്നത്ര നേരത്തെ ഓരോ ഗ്രൂപ്പുകളിലും ഉള്ള 24 മണിക്കൂറും ഗാർഡ് ഡ്യൂട്ടിയുള്ള ദേവസ്വം സ്ട്രോങ് റൂമുകളിൽ ഇത് വെക്കണം. ദേവസ്വം സ്ട്രോങ് റൂമുകളിൽ ഇത് വെക്കുന്നത് അതാത് ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരിയായ സബ് ഗ്രൂപ്പ് ഓഫീസറോ എയോയോ അറിഞ്ഞ് മാത്രമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള 16 സ്ട്രോങ് റൂമുകളിൽ ഉള്ള ാണ് ഇത് ഇത്തരം സ്വർണ്ണങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ വിലമതിക്കാനാവാത്ത സ്വർണ്ണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ആ സ്ട്രോങ് റൂമുകൾ 24 മണിക്കൂറും ഗാർഡ് ഡ്യൂട്ടിയുണ്ട്. അതിൽ സ്ട്രോങ് റൂമുകൾക്ക് അകത്ത് ഓരോ സബ് ഗ്രൂപ്പുകൾക്കും ഓരോ പെട്ടിയുണ്ട്. ആ പെട്ടിയുടെ താക്കോൽ അതാത് സബ് ഗ്രൂപ്പ് ഓഫീസർമാരുടെയോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെയോ കയ്യിലാണ്. പക്ഷേ സ്ട്രോങ് റൂമിൻ്റെ മൊത്തം താക്കോൽ അത് അവിടുത്തെ അതാത് അസിസ്റ്റൻറ്റ് ദേവസ്വം കമ്മീഷണർമാരുടെ പക്കലാണ്. അസിസ്റ്റൻറ്റ് ദേവസ്വം കമ്മീഷണർമാർ സ്ട്രോങ് റൂം അടച്ച് പൂട്ടി അരക്ക് വെച്ച് AC-യുടെ സീൽ ചെയ്തിട്ടാണ് പോകുന്നത്. സ്ട്രോങ് റൂം തുറക്കുന്ന സമയവും സ്ട്രോങ് റൂം അടക്കുന്ന സമയവും വളരെ കൃത്യമായി അവിടെ ഗാർഡ് രജിസ്റ്ററിൽ ദേവസ്വം ഗാർഡ് രജിസ്റ്ററിൽ തടസ്സരുടെ സാന്നിധ്യത്തെ രേഖപ്പെടുത്തിയാണ് ദേവസ്വം സ്ട്രോങ് റൂമുകൾ തുറക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീകണ്ഠേശ്വരൻ ദേവസ്വത്തിൽ ഒരു മാല വന്നാൽ ആ മാല വന്ന തീയതിയും ആ മാല തന്ന ഭക്തൻ്റെ പേരും ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയ ഈ ഐറ്റത്തിൻ്റെ തൂക്കവും ഐറ്റത്തിൻ്റെ വിവരണവും തിരുവാഭരണം രജിസ്റ്ററിൻ്റെ സൈഡിലൊരു വിവരണമുണ്ട്. ആ വിവരണത്തിൽ ഒരു മാലയാണെങ്കിൽ ആ മാലയിൽ എത്ര മുത്താണെങ്കിൽ ആ മുത്തിൻ്റെ എണ്ണം വരെ ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു വിളക്കാണെങ്കിൽ ആ സ്വർണ്ണ വിളക്കാണെങ്കിൽ അതിൻ്റെ വിവരണം വരെ രേഖപ്പെടുത്തി അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഇത് കണ്ടതായി സാക്ഷ്യപ്പെടുത്തി അതാത് ആ ദേവസ്വത്തിൽ 101ാമത്തെ ഐറ്റമായിട്ടാണ് അത് വരുന്നതെങ്കിൽ അത് കൃത്യമായി ആ എണ്ണം രേഖപ്പെടുത്തി 101ാമത് നമ്പറിട്ട് ആ ഉരുപ്പടിയിൽ എവിടെങ്കിലും അതിൻ്റെ നമ്പർ 100 എന്ന് എഴുതി പതിച്ച് വളരെ കൃത്യമായി പൊതിഞ്ഞ് കെട്ടി ആ ദേവസ്വത്തിലെ സബ് ഗ്രൂപ്പ് ഓഫീസറിൻ്റെ എയോയുടെ കയ്യിലിരിക്കുന്ന താക്കോലുള്ള ആ പെട്ടി തുറന്ന് അതിനകത്ത് വെക്കുന്നതും ആ വെച്ച ഉരുപ്പടിയുടെ വിവരം ഗാർഡ് രജിസ്റ്ററിലും തിരുവാഭരണം എല്ലാ ഗ്രൂപ്പിലും ഉള്ള സ്ട്രോങ് റൂം രജിസ്റ്ററിൽ അസിസ്റ്റൻറ്റ് ദേവസ്വം കമ്മീഷണർ കയ്യിലുള്ള ആ സ്ട്രോങ് റൂം രജിസ്റ്ററിലും അതിനുശേഷം തിരുവാഭരണം രജിസ്റ്ററിൽ ഇന്ന ഉരുപ്പടി ഇത്രാം തീയതി വെച്ചു എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് അസിസ്റ്റൻറ്റ് കമ്മീഷണറും സബ് ഗ്രൂപ്പ് ഓഫീസറും മാർക്ക് ചെയ്തിട്ട് വെക്കത്തി പോകുന്ന കൃത്യമായ സംവിധാനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്വർണ്ണ ഉരുപ്പടികൾ സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനത്തിനകത്തുള്ളത്. ശ്രീ ബൈജു, യാതൊരു ആ കാര്യങ്ങളിലൊന്നും